ഹലോ ഫിറോസ് സർ, മൈക്ക് ഓഫാണ്. ഓക്കെ, സോറി. 4 ഇയർ UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുള്ളത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. കേരളത്തില് ഡിഗ്രി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ക്വാളിഫിക്കേഷനുള്ള യൂത്തിനിടയിൽ എംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നുള്ള പ്രധാനമായിട്ടും ഒന്ന്, എംപ്ലോയബിലിറ്റി സ്കില്ല് വിദ്യാർത്ഥികൾക്കിടയിൽ കുറവാണെന്നാണ്. അവർ ഡിഗ്രി പഠിക്കുന്നുണ്ട്, പക്ഷെ കേവലം തിയറികൾ മാത്രം പഠിച്ചു പോകുന്നു, അവർക്ക് സ്കിൽ ഉണ്ടാവുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ FIUGP ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ആർട്സ് വിഷയങ്ങളിലൊക്കെ, കൊമേഴ്സ് സബ്ജക്റ്റുകളിലൊക്കെ 4 ഇയർ UG പ്രോഗ്രാം കഴിഞ്ഞ വർഷത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം അത് പൈലറ്റിംഗ് ആയിരുന്നു. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. NEP പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും നിലവിൽ കഴിഞ്ഞിട്ടില്ല. അത് മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ കരിക്കുലം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലായിരുന്നു ഡിഗ്രി പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്നുള്ളത്. ശരിക്കും ഒരു വിദ്യാർത്ഥി ഡിഗ്രി കഴിയുന്നതോടുകൂടി ആ വിദ്യാർത്ഥിക്ക് 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്ന്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോവുക എന്നുള്ളത്. ഡിഗ്രി കഴിയുന്നു, PG അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലൊക്കെ ഹയർ സ്റ്റഡീസ് ഫോളോ ചെയ്യുക. രണ്ടാമത്തേത്, ഡയറക്റ്റ് ആയിട്ടും ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു കരിയർ ചൂസ് ചെയ്യുക. മൂന്നാമത്തത്, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സ്വന്തമായിട്ടും ഇൻക്യുബേഷൻ, ഇന്നോവേഷൻ ഒക്കെ കൊണ്ടുവന്ന് ഒരു ഓണ്ടർപ്രണർ ആവുക, സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നൊക്കെയാണ് ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കുള്ള സാധ്യതകൾ. ഈ 3 സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ അത് ഉണ്ടായിരുന്നത് കേവലം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഫെർദർ എഡ്യൂക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അത് മാറിയിട്ടുണ്ട്. ഈ 3 സംവിധാനത്തെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 4 ഇയർ UG പ്രോഗ്രാം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തിനാണ് 4 ഇയർ UG പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട 6 കാരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഇത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്, കൂടുതൽ ചോയ്സ് നൽകുന്നുണ്ട്. വിദ്യാർത്ഥിക്ക്, ഫോർ എക്സാമ്പിൾ, ഒരു വിദ്യാർത്ഥി ഡിഗ്രി പ്രോഗ്രാമിന് BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷന് ജോയിൻ ചെയ്യുന്നു. ആ വിദ്യാർത്ഥി കേവലം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്രമല്ല പഠിക്കേണ്ടത്, BComലെ സബ്ജക്റ്റുകൾ മാത്രമല്ല പഠിക്കേണ്ടത്, മൈനർ കോഴ്സുകളായിട്ടും MDC ആയിട്ടും മറ്റ് ഡിസിപ്ലിനിൽ നിന്നുള്ള കോഴ്സുകൾ കൂടി നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്ന് പറയുന്നുള്ളത് അതിൽ കൂടി കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. തനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാം എന്നുള്ളതാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി FIUGP നൽകുന്നുണ്ട്. അതിനു പുറമെ 2 സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് താൻ ജോയിൻ ചെയ്ത പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടില്ല, മറ്റൊരു പ്രോഗ്രാമിനാണ് തൻ്റെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം സ്വിച്ച് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി FIUGP നൽകുന്നുണ്ട്. വ്യത്യസ്ത കോളേജുകളിൽ നിന്നും കോഴ്സുകൾ എടുത്ത് പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി FIUGP നൽകുന്നുണ്ട്. അത് ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റ് ആവാം, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാവാം. ഇങ്ങനെയൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി FIUGP നൽകുന്നുണ്ട്. മറ്റൊന്ന്, എൻകറേജിങ് റിസർച്ച് ആണ്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് റിസർച്ച് ആണ് കൂടുതൽ താല്പര്യമുള്ളതെങ്കിൽ 4ാമത്തെ വർഷം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനും ഉള്ള ഒരു അവസരം FIUGP നൽകുന്നുണ്ട്. മൂന്നാമത്തെ കാരണം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ ടു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ എഡ്യൂക്കേഷനെ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പല ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളിലും 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ 3 വർഷ ഡിഗ്രി പ്രോഗ്രാം ചെയ്ത് പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു റെക്കഗ്നൈസേഷൻ ഒരു പ്രോബ്ലം വരാറുണ്ട്. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാറ്റുക എന്നതുകൂടിയാണ് NEP 2020 FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. 4, ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആണ്. നമുക്കറിയാം, ഇന്ന് ലോകം ഒരു വലിയ പെട്ടെന്നുള്ള മാറ്റം, AI ഇൻട്രൊഡക്ഷൻ, അങ്ങനെയുള്ള പല ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കാരണത്താലും വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കരിയറിലും ഈ ഷിഫ്റ്റിംഗ് ചിലപ്പോഴൊക്കെ ആവശ്യമായി വരും. ചില ജോബ് മേഖലകൾ പെട്ടെന്ന് അതിന്റെ സാധ്യത കുറയുകയും മറ്റ്
ഏരിയകളിൽ സാധ്യത കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നിലവിൽ വ്യത്യസ്ത ഡിസിപ്ലിനിൽ വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം. ആ ഒരു സാധ്യത തുറന്നു കൊടുത്താണ് ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സാധ്യമാക്കിക്കൊണ്ട് FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇംപ്രൂവിങ് എംപ്ലോയബിലിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്, എംപ്ലോയബിലിറ്റി സ്കിൽ ഇല്ലാത്തതാണ് പ്രശ്നം. എംപ്ലോയബിലിറ്റി സ്കില്ല് ക്രെഡിറ്റോട് കൂടി ഇൻട്രൊഡ്യൂസ് നൽകുന്നു എന്നുള്ളതാണ് FIUGPയുടെ മറ്റൊരു പ്രത്യേകത. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ക്രെഡിറ്റോട് കൂടി FIUGPയിൽ ഉണ്ട്. അതെല്ലാ വിദ്യാർത്ഥികളും പഠിക്കലും നിർബന്ധമാണ്. മറ്റൊന്ന് റെഡ്യൂസിങ് ഡ്രോപ്പ് ഔട്ട്സ്. ഇത് NEP 2020 മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ഒരു വിദ്യാർത്ഥി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വർഷം, ഒരു വർഷം കഴിഞ്ഞ് ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് മുന്നോട്ട് മറ്റൊരു സാധ്യത തേടണമെന്നുണ്ടെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്യാനുള്ള അവസരം FIUGP യഥാർത്ഥത്തിൽ NEP 2020 മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റും 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അതൊരു ഡിപ്ലോമയായിട്ടും 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അതൊരു ഡിഗ്രി പ്രോഗ്രാം ആയിട്ടും പരിഗണിക്കുന്ന തരത്തിലാണ് FIUGP ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിൽ 3 തരത്തിലുള്ള ഡിഗ്രി മാത്രമേ കേരളത്തിൽ നൽകുന്നുള്ളൂ. അത് 3 വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 4 വർഷം. ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ടോ ഇതിനെ കേരളത്തിൽ പരിഗണിക്കുന്നില്ല. മൂന്നാമത്തത്, നമ്മൾ FIUGPനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ച് ടെർമിനോളജി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ടെർമിനോളജിയെ കുറിച്ച് പറയുന്നുള്ളത്. ഒന്നാമത്തത് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കോഴ്സ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് BA എക്കണോമിക്സ് അതൊരു കോഴ്സാണ്, BA ഇംഗ്ലീഷ് ഒക്കെ ഒരു കോഴ്സാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ കോഴ്സ് എന്നല്ല പറയേണ്ടത്, അതിനെ പ്രോഗ്രാം എന്നാണ് പറയേണ്ടത്. BA ഇംഗ്ലീഷ് ഒരു പ്രോഗ്രാമാണ്, BA എക്കണോമിക്സ് ഒരു പ്രോഗ്രാമാണ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ ഇതൊക്കെ ഒരു പ്രോഗ്രാമാണ്, BSc കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ പ്രോഗ്രാമാണ്. എന്നാൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിലുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകളാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഹലോ കബീർ സാർ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. കോഴ്സ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിലുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകളാണ്. ഉദാഹരണത്തിന് BA എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ പേപ്പർ എന്നാണ് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ടേം എന്നത് കോഴ്സ് എന്നാണ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഒരു കോഴ്സാണ്, മാക്രോ എക്കണോമിക്സ് ഒരു കോഴ്സാണ്. വ്യത്യസ്ത സബ്ജക്റ്റുകളാണ് കോഴ്സ് എന്ന് പറയാറുള്ളത്. CBCSS എന്ന് പറഞ്ഞാൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഒരു ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ, 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ 133 ക്രെഡിറ്റ് വേണമെന്നാണ്. അപ്പോൾ ചോദ്യമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോഴ്സിന്റെ വലിപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ആ ബിൽഡിങ്ങിന് വ്യത്യസ്ത ബ്രിക്സുകൾ ഉണ്ടാവും. ഓരോ ബ്രിക്സും ഓരോ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഒരു ഡിഗ്രി എന്ന വലിയ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 133 ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒരു പ്രോഗ്രാമിൽ വ്യത്യസ്ത കോഴ്സുകൾ ഉണ്ടാവും. ആ കോഴ്സുകൾക്കൊക്കെ നിശ്ചിത ക്രെഡിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ കോഴ്സുകൾ എടുത്ത് ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത് 133 ക്രെഡിറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ഈ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ ചോയ്സ് ഉണ്ടായത് കൊണ്ടാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നുള്ളത്. ഇനിയുള്ളത് മേജർ കോഴ്സാണ്. മേജർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ കോർ കോഴ്സ്, മെയിൻ പേപ്പർ എന്നൊക്കെ പറയാറുണ്ട്. അതിനെയാണ് മേജർ കോഴ്സ് എന്ന് പറയുന്നത്. ഒരാൾ BSc കമ്പ്യൂട്ടർ സയൻസിൽ ജോയിൻ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ വിദ്യാർത്ഥി പഠിക്കേണ്ടത് BCom കമ്പ്യൂട്ടർ സയൻസിലെ സബ്ജക്റ്റുകൾ മാത്രമല്ല, കോഴ്സുകൾ മാത്രമല്ല, മറ്റ് ഡിസിപ്ലിനിലെ കോഴ്സുകൾ കൂടി പഠിക്കേണ്ടി വരും. BComൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി BComലെ തന്നെ കോഴ്സുകൾ എടുക്കുന്നതിനെയാണ് മേജർ കോഴ്സ് എന്ന് പറയുന്നത്. അതിന് 4 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. മൈനർ കോഴ്സ് എന്ന് പറയുന്നത് BComൽ ജോയിൻ ചെയ്തൊരു കുട്ടി മറ്റ് ഡിസിപ്ലിനിലെ മേജർ കോഴ്സുകൾ എടുക്കേണ്ടി വരും. അതിനെയാണ് മൈനർ കോഴ്സ് എന്ന് പറയുന്നത്. മറ്റ് ഡിസിപ്ലിനിൽ നിന്നും BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒരു കുട്ടി കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നതിനെയാണ് മൈനർ കോഴ്സുകൾ എന്ന് പറയാം. MDC എന്ന് പറയുന്നതും മറ്റ് ഡിസിപ്ലിനിൽ നിന്നും എടുക്കേണ്ടതാണ്. അത് മൈനർ അല്ല,
പക്ഷെ MDC ആയിട്ട് 3 ക്രെഡിറ്റിന്റെ കോഴ്സുകൾ ഉണ്ടാവും. AEC എന്ന് പറഞ്ഞാൽ അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കേണ്ട കോഴ്സുകൾ. നേരത്തെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെയാണ് AEC എന്ന് പറയാ, ലാംഗ്വേജ് കോഴ്സുകൾ. 2 ലാംഗ്വേജ് കോഴ്സുകളാണ് ഉണ്ടാവുക. ഒന്ന് AEC ഇംഗ്ലീഷ് ആണ്, അത് എല്ലാവരും എടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തേത് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് നേരത്തെ പറയാറുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ ലാംഗ്വേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അറബി ആവാം, ഇംഗ്ലീഷ് ആവാം, മലയാളം ആവാം, അല്ലെങ്കിൽ മറ്റ് ഹിന്ദി ആവാം. അങ്ങനെ വ്യത്യസ്ത ലാംഗ്വേജുകൾ ഉണ്ട്. അതിനെയൊക്കെയാണ് AEC എന്ന് പറയാറുള്ളത്, അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. പിന്നെ ഒന്നുള്ളത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ കൂടി ഉൾപ്പെടുത്തിയതാണ് FIUGP. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകളാണ്. ഇതിനൊക്കെ 3 ക്രെഡിറ്റുകളാണ് ഉള്ളത്. ഇനി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞു 133 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി പ്രോഗ്രാം ലഭിക്കുക. ഇത് ഒരു കുട്ടി ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്, അതിലൊക്കെ നമ്മൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെയാണ് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ നമ്മൾ പഠിക്കുന്ന ഡിഗ്രിയുടെയൊക്കെ അല്ലെങ്കിൽ കോഴ്സുകളുടെയൊക്കെ ക്രെഡിറ്റ് അതിലാണ് നമ്മൾ സേവ് ചെയ്യുക. ആ സേവ് ചെയ്തിട്ട് നിശ്ചിത ക്രൈറ്റീരിയ പ്രകാരം 133 ക്രെഡിറ്റ് എത്തുമ്പോഴാണ് നമുക്ക് ഡിഗ്രി അച്ചീവ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഓരോ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോഴും, നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു 1-ാം വർഷവും 2-ാം വർഷമൊക്കെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ക്രെഡിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ 2 വർഷം കഴിഞ്ഞു, അപ്പോൾ ഡിഗ്രിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. ബ്രേക്ക് എടുത്തിട്ട് ഒരു 2 വർഷം കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 3-ാമത്തെ വർഷം തുടർന്ന് പഠിക്കാം. അപ്പോഴൊക്കെ നമ്മളുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ആ ക്രെഡിറ്റ് അങ്ങനെ ബാക്കി ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ക്രെഡിറ്റ് അച്ചീവ് ചെയ്തിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു സുതാര്യത കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. എവിടെയും നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് നമ്മളുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ക്രെഡിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റോട് കൂടി തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ കുറച്ച് ടെർമിനോളജി, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആ വിഷയങ്ങൾ പറഞ്ഞതാണ്. ഇനി യഥാർത്ഥത്തിൽ 4 ഇയർ UG പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 4 ഇയർ UG 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി മാത്രമല്ല ഉള്ളത്. 3 തരത്തിലുള്ള ഡിഗ്രി പ്രോഗ്രാമാണ് നിലവിൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് 3 ഇയർ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 133 ക്രെഡിറ്റ് ആണ് അതിന് വേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരാൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ജോയിൻ ആവുന്നത് 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് തന്നെയാണ്. പക്ഷെ 3 വർഷം കൊണ്ട് എക്സിറ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നോർമലി നിലവിലുള്ളത് പോലെ 3 ഇയർ UG പ്രോഗ്രാം. രണ്ടാമത്തത് 4 ഇയർ UG പ്രോഗ്രാം ആണ്. അത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് ആണ്, മറ്റൊന്ന് 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഈ ഡിഗ്രി ഹോണേഴ്സ് എന്ന് പറയുന്നുള്ളത് 4-ാമത്തെ വർഷത്തിൽ 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസർട്ടേഷനോ ചെയ്യൽ നിർബന്ധമാണ്. അത് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 4 വർഷത്തെ ഡിഗ്രി ഹോണേഴ്സും പ്ലസ് 1 ഇയർ PG. മൂന്നാമത്തെ തരം ഡിഗ്രി 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഇതിൽ നമുക്ക് പ്രൊജക്റ്റ് ഓപ്ഷണൽ അല്ല, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഹോണേഴ്സ് ഡിഗ്രിയിൽ പ്രൊജക്റ്റും ഡിസർട്ടേഷനും ഒരു കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ മേജർ സബ്ജക്റ്റിൽ നിന്നും 3 മേജർ കോഴ്സുകൾ എടുത്തുകൊണ്ട് 12 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. പക്ഷേ ഹോണേഴ്സ് വിത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യൽ, 12 ക്രെഡിറ്റ് ഉള്ള റിസർച്ച് കംപ്ലീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ആ വിദ്യാർത്ഥിക്ക് 4 ക്രെഡിറ്റ് ഉള്ള 3 കോഴ്സുകൾ എടുത്ത് പഠിക്കേണ്ടതില്ല, പകരം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് നെറ്റ് എക്സാം എഴുതാം. UGC നെറ്റിന് എലിജിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം PhDക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്.
ഇതാണ് കോഴ്സിൻ്റെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു മേജർ കോഴ്സുകളുണ്ട്, മൈനർ കോഴ്സുകളുണ്ട്. 3 ഇയർ UG ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി 68 ക്രെഡിറ്റുകൾ അച്ചീവ് ചെയ്യേണ്ടത് മേജർ കോഴ്സുകളിൽ നിന്നാണ്, സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ കോർ കോഴ്സുകളിൽ നിന്നാണ്. ഒരു കോഴ്സിന് 4 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. അങ്ങനെയുള്ള 17 കോഴ്സുകൾ 3 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് 68 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. അത് 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ 88 ക്രെഡിറ്റ് ആവും. 88 ക്രെഡിറ്റ് എന്ന് പറയുന്നുള്ളത് 22 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കേണ്ടത്. മൈനർ കോഴ്സുകൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ല, 6 സബ്ജക്റ്റുകൾ 6 കോഴ്സുകൾ മറ്റ് ഡിസിപ്ലിനിൽ നിന്നും എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ 24 ക്രെഡിറ്റ് മൈനർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്യണം. അത് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആകുമ്പോൾ അങ്ങനെ. 4 ഇയർ UG ആണെങ്കിൽ 36 ക്രെഡിറ്റ് ആണ് മൈനർ കോഴ്സുകളിൽ നിന്നും അച്ചീവ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. നേരത്തെ പറഞ്ഞു 3 ക്രെഡിറ്റിന്റെ കോഴ്സുകൾ. അങ്ങനെയുള്ള 3 കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 9 ക്രെഡിറ്റ് അതിൽ നിന്നും കിട്ടും. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളുണ്ട്, 9 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിൽ നിന്നും 12 ക്രെഡിറ്റുകൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 4 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിൽ 12 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷം കൊണ്ടാണ്, ആദ്യത്തെ 1 വർഷമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സെമസ്റ്ററിൽ ഒന്ന് ഇംഗ്ലീഷും മറ്റൊന്ന് അതർ ലാംഗ്വേജും. രണ്ടാമത്തെ സെമസ്റ്ററിലും അതേപോലെ ഒന്ന് ഇംഗ്ലീഷിൽ നിന്നാവണം, മറ്റൊന്ന് അതർ ലാംഗ്വേജും ആവണം. ഇങ്ങനെ ടോട്ടൽ 4 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയുള്ളത് വാല്യൂ ആഡഡ് കോഴ്സാണ്. ഇത് എല്ലാ ഡിസിപ്ലിനും ഒരേ കോഴ്സുകളാണ് ഉണ്ടാവുക. 9 ക്രെഡിറ്റ് ആണ് അതിന് അച്ചീവ് ചെയ്യേണ്ടത്. ടോട്ടൽ 3 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെയുള്ളത് ഒരു ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പിന് 2 ക്രെഡിറ്റ് ആണ് അച്ചീവ് ചെയ്യേണ്ടത്. 2 ക്രെഡിറ്റ് ഉള്ള ഇന്റേൺഷിപ്പ്. ആ ഇന്റേൺഷിപ്പ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാവുന്നതാണ്, കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം, ചിലപ്പോൾ ഓർഗനൈസേഷൻ ആവാം. ആ ഓർഗനൈസേഷനെ പിന്നെ കോളേജിലുള്ള ഒരു സൂപ്പർവിഷൻ നടത്തേണ്ട കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ആ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് റിസർച്ച് പ്രൊജക്റ്റ് ആണ്. 4 ഇയർ UG പ്രോഗ്രാമിലുള്ള 4ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതിനുണ്ടാവുക 12 ക്രെഡിറ്റ് ആയിരിക്കും. അതിൽ 3 കോഴ്സ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ ആ 12 ക്രെഡിറ്റ് ഉള്ള പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ക്രെഡിറ്റ് ഉള്ള 3 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഓരോ സെമസ്റ്ററിലും സെമസ്റ്റർ വൈസ് ആയിക്കൊണ്ട് എങ്ങനെയാണ് കോഴ്സുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നു, ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്താൽ ഉദാഹരണം BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നും ആ സബ്ജക്റ്റിൽ നിന്നും ആ ഡിസിപ്ലിനിൽ നിന്നും ഒരു കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുക. അതിനെയാണ് A1 എന്ന് കൊടുത്തിട്ടുള്ളത്. DSC എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളാണ്. മേജറും മൈനറും DSCകളാണ്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ DSC ആയ പ്രധാനപ്പെട്ട കോർ കോഴ്സായ 1 കംപ്ലീറ്റ് ചെയ്യാം. ബാക്കിയുള്ള 2 എണ്ണം മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റ് ഡിസിപ്ലിനിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന 2 കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 2 കോഴ്സുകൾ ആ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് മേജർ കോഴ്സുകളാണ്, കോർ കോഴ്സുകളാണ്. ആ കോർ കോഴ്സുകൾ ആയതുകൊണ്ടാണ് ഇതിനെ ഡിസിപ്ലിൻ സ്പെസിഫിക് DSC എന്ന് പറയുന്നുള്ളത്. അതിനെല്ലാം 4 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തെ സെമസ്റ്ററിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 എണ്ണമാണ്. രണ്ടാമത്തെ സെമസ്റ്ററിൽ അതുപോലെ തന്നെയാണ്, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 എണ്ണം. മൂന്നാമത്തെ സെമസ്റ്ററിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 മേജർ കോഴ്സുകൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും 2 എണ്ണം. ഇങ്ങനെ ടോട്ടൽ 6 മൈനർ കോഴ്സുകളും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കോഴ്സുകളും അതേപോലെ 4 മേജർ കോഴ്സുകളാണ് ആദ്യത്തെ 3 സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ 3ഉം 4ഉം സെമസ്റ്ററുകളിൽ 4ഉം 5ഉം സെമസ്റ്ററുകളിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മേജർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനിയുള്ളത്
പാത്ത് വേസ് ആണ്. പാത്ത് വേസ് എന്ന് പറയുന്നുള്ളത് നമ്മൾ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൈനർ കോഴ്സുകൾ എടുക്കാം, മേജർ കോഴ്സുകളൊക്കെ എടുക്കാം. നമ്മൾ എടുക്കുന്ന മൈനർ കോഴ്സുകൾ പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ ഡിഗ്രി പ്രോഗ്രാമിന് വ്യത്യസ്ത പേരുകളാണ് ഉണ്ടാവുക. അതാണ് പാത്ത് വേസ് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ബികോം കോപ്പറേഷനിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് 6 മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. ഈ 6 മൈനർ കോഴ്സുകളും ഒന്നുകിൽ ഒറ്റ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ബികോം കോപ്പറേഷനിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് BSc കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും മാത്രമായിട്ട് തന്നെ 6 കോഴ്സുകളും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 6 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഡിസിപ്ലിനുകളിൽ നിന്നും കോഴ്സുകൾ മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 3 ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 3 വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചാണ് ഈ പാത്ത് വേസ് തീരുമാനിക്കുന്നത്. സിംഗിൾ മേജർ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഒരു ഡിസിപ്ലിനിൽ ജോയിൻ ചെയ്യുകയും ഒരു ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കുകയും തൻ്റെ 6 മൈനർ കോഴ്സുകളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാവുകയും ചെയ്താൽ അതിനെയാണ് സിംഗിൾ മേജർ എന്ന് പറയുക. മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ എന്ന് പറയുന്നുള്ളത് ഒരു വിദ്യാർത്ഥി മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരു മേജർ കോഴ്സ് സെലക്ട് ചെയ്തു, മറ്റ് മൈനർ കോഴ്സുകൾ വ്യത്യസ്ത 3 ഒരു ഡിസിപ്ലിൻ നിന്നും 2 വേറൊരു ഡിസിപ്ലിൻ, 2 വേറൊരു ഡിസിപ്ലിൻ ഇങ്ങനെയായിട്ട് സെലക്ട് ചെയ്താലാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ എന്ന് പറയുക. മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒരു മേജർ സെലക്ട് ചെയ്തു, മൈനറൊക്കെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് പറയുന്നത്. മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആണ്. മൈനർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഒറ്റ വൊക്കേഷണൽ സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്നത്. ഡബിൾ മേജർ എന്ന് പറയുന്നത് കുട്ടി മൈനർ അല്ല എടുക്കുന്നുള്ളത്, കുട്ടിക്ക് 2 സബ്ജക്റ്റിൽ ഒരേ സമയം ഡിഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എടുക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ഒരു വിദ്യാർത്ഥി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്നു, BSc കമ്പ്യൂട്ടർ സയൻസിന്റെ മേജർ കോഴ്സുകളും എടുക്കുന്നു. നേരത്തെ യൂണിവേഴ്സിറ്റിക്ക് താൻ സെലക്ട് ചെയ്യുന്നത് മേജർ ആണ്, ഡബിൾ മേജർ ആണ് എന്ന് നേരത്തെ അറിയിക്കുകയും അപ്രൂവൽ വാങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ മൈനർ കോഴ്സുകളല്ല എടുക്കേണ്ടത്. മൈനർ കോഴ്സിന്റെ കൂടെ തന്നെ പഠിക്കാം, പക്ഷെ അതിനെ മേജർ ആയിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ എടുക്കുന്ന 2ഉം മേജർ ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് എടുക്കുന്ന കോഴ്സുകളെയാണ് ഡബിൾ മേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രധാനപ്പെട്ട നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, 4 ഇയർ UG പ്രോഗ്രാമിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, NSSലെ ആക്ടിവിറ്റി, NCCയിലെ ആക്ടിവിറ്റി, സ്പോർട്സ് ആൻഡ് ഗെയിംസിലെ ആക്ടിവിറ്റി, ആർട്സിൽ അല്ലെങ്കിൽ യൂണിയൻ എൻഗേജ്മെന്റ്, ഇതിനെയൊക്കെ ക്രെഡിറ്റ് നൽകുന്നു എന്നുള്ളതാണ്. ആ ക്രെഡിറ്റ് നൽകുന്നതിന്റെ റെഗുലേഷൻ, ക്രെഡിറ്റ് നൽകുമെന്ന ഫീച്ചർ NEPയുടെ അല്ലെങ്കിൽ FUGPയുടെ റെഗുലേഷനിൽ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അത് പറയും എങ്ങനെയാണ് ക്രെഡിറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, അതിനെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അതിനനുസരിച്ച് ഒരു കോഴ്സ് എടുക്കാതെ തന്നെ ഇപ്പോൾ 133 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ആ 133 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്നതിന്റെ കൂടെ 2 or 4 ക്രെഡിറ്റുകൾ നമ്മളുടെ യൂണിയൻ ആക്ടിവിറ്റീസ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനായി അല്ലെങ്കിൽ ചെയർപേഴ്സണായി അല്ലെങ്കിൽ കൺവീനറായി മറ്റ് ഏതെങ്കിലും റോളിലുണ്ടായി നന്നായിട്ട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, അതിനെ റിപ്പോർട്ട് ആക്കിയിട്ട് നമ്മളെ ഫാക്കൽറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാതെ തന്നെ ആ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. രണ്ടാമത്തത്, ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് മാൻഡേറ്ററി ആണ്, അതിന് ക്രെഡിറ്റ് ഉണ്ട്. മൂന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞു, കോഴ്സുകൾ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ എടുക്കാം. അതേപോലെ തന്നെയാണ് സ്വയം പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നമ്മളുടെ ക്രെഡിറ്റ് സേവ് ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് പകരമായിട്ട് ഈ കോഴ്സ് കൂടി പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി ഇത് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ആണ്. 2.5 വർഷം കൊണ്ട്, അതായത് 5 സെമസ്റ്ററിൽ 6 സെമസ്റ്ററിന്റെ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ 8 സെമസ്റ്ററിന്റെ 4 വർഷത്തെ ഡിഗ്രി ഹോണേഴ്സ് പ്രോഗ്രാം 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇത്രയുമാണ് പ്രസന്റേഷനിലുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട്, ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. പക്ഷെ അതെല്ലാവർക്കും സ്റ്റുഡൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പവർ പോയിന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും.